എല്ലാവർക്കും നമസ്കാരം. ഞാൻ മിസ് കന്നോട്ടി. നമുക്ക് ഇന്നത്തെ ചർച്ച തുടങ്ങാം. ഗ്രാമങ്ങളിലെ സംഘങ്ങളിൽ സ്ഥാപിച്ച കൂളറുകൾ വഴി പാല് 6 ഡിഗ്രിയിൽ താഴ്ന്ന ഊഷ്മാവിൽ തണുപ്പിച്ച് സൂക്ഷ്മാണുക്കളെ പ്രവർത്തിക്കാൻ സമ്മതിക്കാതെയാണ് ക്ഷീര സംസ്കരണശാലയിൽ എത്തിക്കുന്നത് എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കി. അതെ, ഗുണനിലവാരം ഉറപ്പാക്കണമെങ്കിൽ പാലിലെ ബാക്ടീരിയകളെ മയക്കി കിടത്തിയാൽ പോരല്ലോ. ഊഷ്മാവ് വർദ്ധിച്ചാൽ വീണ്ടും അവ ഉണർന്ന് പോഷകങ്ങൾ ഭക്ഷിച്ചും വിസർജിച്ചും പാല് കേടുവരുത്തും. ഇത് തടയാൻ പാലിനെ 72 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കി 4 ഡിഗ്രി സെൽഷ്യസിൽ വീണ്ടും തണുപ്പിക്കണം. ഈ പ്രവൃത്തിയാണ് പാസ്ചറൈസേഷൻ. ലൂയി പാസ്ചർ എന്ന ശാസ്ത്രജ്ഞനാണ് പാല് സുരക്ഷിതമാക്കാനുള്ള ഈ വിദ്യ കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഇതിനെ പാസ്ചറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ജില്ലാ തലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ക്ഷീര സംസ്കരണശാലകളിലാണ് ഇത് ചെയ്യുന്നത്. കോഴിക്കോട്, പാലക്കാട്, കൽപ്പറ്റ, കണ്ണൂര്, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ ഈ സംവിധാനമുണ്ട്. കൂടാതെ മിൽമയുടെ മറ്റു 2 മേഖലകളിലെയും ജില്ലാതലങ്ങളിൽ ഇത്തരം ക്ഷീര സംസ്കരണശാലകളുണ്ട്. കണി കണ്ടുണരാൻ മിൽമയുടെ നന്മയുള്ളപ്പോൾ വിഷു ഐശ്വര്യ സമ്പൂർണമാവും. എല്ലാവർക്കും മിൽമയുടെ വിഷു ആശംസകൾ.